ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ ചാനൽ. ഇന്ന് നമ്മളിവിടെ തയ്യാറാക്കാൻ പോകുന്നത് ചിക്കൻ കറി. വളരെ വ്യത്യസ്തമായ രീതിയിലാണ് ഒരു ചിക്കൻ കറി ഇന്നിവിടെ നമ്മൾ തയ്യാറാക്കാൻ പോകുന്നത്. ചിക്കൻ ഫ്രൈ ചെയ്തതിന് ശേഷം ചിക്കൻ കറി എങ്ങനെ തയ്യാറാക്കാമെന്ന് നമുക്ക് നോക്കാം. വെൽക്കം ടു ദ വീഡിയോ. ഫ്രൈഡ് ചിക്കൻ കറി തയ്യാറാക്കുന്നതിന് വേണ്ടി 1 കിലോ ചിക്കൻ കഴുകി വൃത്തിയാക്കി എടുത്തു വെച്ചിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് മാരിനേറ്റ് ചെയ്തെടുക്കാം. ഇതിലേക്ക് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ മുളക് പൊടി, കാശ്മീരി ചില്ലിയാണ് ഞാനിവിടെ ചേർത്ത് കൊടുത്തിരിക്കുന്നത്, 1/4 ടീസ്പൂൺ പെരുംജീരകം പൊടിച്ചത്, 1/4 ടീസ്പൂൺ ഉപ്പ്, 1/2 കപ്പ് കോൺഫ്ലവർ പൗഡർ. ഇതെല്ലാം ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. മസാല എല്ലായിടത്തും ആകുന്ന രീതിയിൽ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. നന്നായി മിക്സ് ചെയ്തെടുത്തതിന് ശേഷം ചിക്കൻ നമുക്ക് 10 മിനിറ്റ് റെസ്റ്റ് ചെയ്യാനായിട്ട് വയ്ക്കാം. അടുത്തതായി നമുക്ക് ചിക്കൻ ഫ്രൈ ചെയ്തെടുക്കാം. ചിക്കൻ ഫ്രൈ ചെയ്തെടുക്കുന്നതിന് വേണ്ടിയിട്ട് ഒരു പാൻ അടുപ്പത്ത് വെച്ച് ചൂടാക്കി അതിലേക്ക് ചിക്കൻ ഫ്രൈ ചെയ്യുന്നതിന് ആവശ്യമായിട്ടുള്ള വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണയാണ് ഞാനിവിടെ ഉപയോഗിക്കുന്നത്. വെളിച്ചെണ്ണയാവുമ്പോൾ കറിക്ക് നല്ല ടേസ്റ്റ് ഉണ്ടാവും. എണ്ണ ഒന്ന് ചൂടാവുമ്പോൾ മാറിനേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ചിക്കൻ പീസുകൾ നമുക്ക് എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കാം. എല്ലാ ചിക്കൻ പീസുകളും ഇതുപോലെ നമുക്ക് നിരത്തി വെച്ച് കൊടുക്കാം. ചിക്കൻ നമുക്ക് തിരിച്ചും മറിച്ചും ഇട്ട് ഫ്രൈ ചെയ്തെടുക്കണം. ചിക്കൻ നല്ല ഫ്രൈ ആയി വരേണ്ട ആവശ്യമില്ല. ഒരു 1/4 ഫ്രൈ ആകുമ്പോൾ നമുക്ക് കോരി മാറ്റാം. ബാക്കി കറിയിൽ കിടന്ന് വേവാനുള്ളതാണ്. തീ ഹൈ ഫ്ലെയിമിൽ വെച്ച് നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം. ഒരു സൈഡ് ഫ്രൈ ആയി കിട്ടുമ്പോൾ അടുത്ത സൈഡ് ഇതുപോലെ മറിച്ചിട്ട് കൊടുക്കുക. ചിക്കൻ ഏകദേശം 80% ഫ്രൈ ആയി വന്നിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് കോരി മാറ്റാം. കോരി ഒരു പാത്രത്തിലേക്ക് മാറ്റി വയ്ക്കാം. ഇനി ബാക്കിയുള്ള ചിക്കനും ഇതുപോലെ തന്നെ നമുക്ക് തിരിച്ചും മറിച്ചും ഇട്ട് ഫ്രൈ ചെയ്ത് എടുക്കാം. അടുത്ത സ്റ്റെപ്പ് ഫ്രൈ ചെയ്യാനിട്ട ചിക്കനും ഫ്രൈ ആയി വന്നിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് കോരി പാത്രത്തിലേക്ക് മാറ്റി വയ്ക്കാം. ചിക്കൻ പൂർണ്ണമായിട്ടും ഫ്രൈ ചെയ്ത് എടുത്തിട്ടുണ്ട് ഇവിടെ. ഇനി അടുത്ത് നമുക്ക് ചിക്കൻ കറി തയ്യാറാക്കാം. ചിക്കൻ കറി തയ്യാറാക്കുന്നതിന് വേണ്ടി ഒരു കുക്കർ അടുപ്പത്ത് വെച്ച് ചൂടാക്കി അതിലേക്ക് നമ്മൾ നേരത്തെ ചിക്കൻ ഫ്രൈ ചെയ്ത ഓയിൽ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഫ്രൈ ചെയ്ത ഓയിലിൽ മസാലയുടെ ഫ്ലേവർ ഉള്ളതിനാൽ കറിക്ക് നല്ല ടേസ്റ്റ് ഉണ്ടാകും. ഇനി ഇതിലേക്ക് ഒരു മീഡിയം സൈസ് സവാള കട്ട് ചെയ്തത് ഇട്ട് കൊടുക്കാം. സവാളയും ചേർത്ത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. സവാള ചെറുതായിട്ടൊന്ന് വഴണ്ടി വരുമ്പോൾ ഇതിലേക്ക് 2 തണ്ട് കറിവേപ്പില ഇട്ട് കൊടുക്കാം. കറിവേപ്പിലയും ചേർത്ത് വഴറ്റി കൊടുക്കാം. 1/4 ടീസ്പൂൺ ഉപ്പിട്ടതിന് ശേഷം നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കാം. സവാള ചെറുതായിട്ടൊന്ന് വഴണ്ടു വരുമ്പോൾ ഇതിലേക്ക് ചെറിയ ഉള്ളിയും പച്ചമുളകും ചതച്ചത് ഇട്ട് കൊടുക്കാം. ഇനി ഇത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. അടുത്തതായി ഇതിലേക്ക് ഇഞ്ചിയും വെളുത്തുള്ളിയും പേസ്റ്റ് ചേർത്ത് കൊടുക്കാം. ഇഞ്ചിയുടെയും വെളുത്തുള്ളിയുടെയും പച്ചമണം മാറുന്നതുവരെ നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ഇഞ്ചിയുടെയും വെളുത്തുള്ളിയുടെയും പച്ചമണം ഒന്ന് മാറിക്കിട്ടുമ്പോൾ ഇതിലേക്ക് പൊടി ഐറ്റംസ് ഇട്ട് കൊടുക്കാം. 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 2 ടീസ്പൂൺ മുളക് പൊടി, 1 ടീസ്പൂൺ മല്ലിപ്പൊടി, 1/4 ടീസ്പൂൺ ഗരം മസാല, 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി. ഇതെല്ലാം ചേർത്ത് പൊടികളുടെ എല്ലാം പച്ചമണം മാറുന്നതുവരെ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. പൊടികളുടെ എല്ലാം പച്ചമണം മാറി വരുമ്പോൾ ഒരു തക്കാളി കട്ട് ചെയ്തത് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. തക്കാളിയും ചേർത്ത് വഴറ്റി കൊടുക്കാം. ഇനി ഇതിലേക്ക് 1 കപ്പ് ചൂടുവെള്ളം ഒഴിച്ചു കൊടുക്കാം. വെള്ളവും ചേർത്ത് നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ചെടുക്കാം. കറി ഒന്ന് തിളച്ച് വരുമ്പോൾ ഇതിലേക്ക് നേരത്തെ നമ്മൾ ഫ്രൈ ചെയ്ത് മാറ്റി വെച്ചിരിക്കുന്ന ചിക്കൻ ഇട്ട് കൊടുക്കാം. ചിക്കനും ചേർത്ത് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കാം.
ഇനി ഇതിലേക്ക് ഒരു പിടി മല്ലിയില ചേർത്ത് കൊടുക്കാം. ഇനി 2 വിസിൽ കേൾക്കുന്നത് വരെ കുക്കർ അടച്ചു വെച്ച് വേവിച്ചെടുക്കാം. ഇനി നമുക്ക് കുക്കർ തുറന്ന് നോക്കാം. കറി പാകത്തിന് വെന്ത് എണ്ണയെല്ലാം തെളിഞ്ഞ് വന്നിട്ടുണ്ട്. വളരെ സ്വാദിഷ്ടമായ ഫ്രൈഡ് ചിക്കൻ കറി ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട്. നിങ്ങളെല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.